ഹേ ഗായ്സ്, ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് OnePlus Nord 4ഉം Nord 5ഉം തമ്മിലുള്ള താരതമ്യം ചെയ്യാനാണ്. എന്നെങ്ങനെയാ തുടങ്ങല്ലേ? വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി, യൂസ്ഫുൾ ആയി എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാം. ഈ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് കമ്പാരിസൺ മാത്രമേ ഉള്ളൂ. ഇതൊരു ഡീറ്റെയിൽഡ് റിവ്യൂ അല്ലെങ്കിൽ ഡീറ്റെയിൽഡ് കുറ്റം പറയുന്നതോ അല്ല. നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് റിവ്യൂ വേണമെങ്കിൽ നോഡ് 5ന്റെ വീഡിയോ എൻ്റെ ചാനലിൽ ഉണ്ട്. നോഡ് 4 ഇല്ല. സോ വേണമെങ്കിൽ കമന്റ് ചെയ്താൽ ഞാൻ നോഡ് 4ഉം ചെയ്യാം. ബട്ട് നിലവിലില്ല. നോഡ് 5 ഉണ്ട്, നിങ്ങൾക്ക് കയറി കാണാം. അതുപോലെ തന്നെ നോഡ് 5ന്റെ പോസിറ്റീവ് നെഗറ്റീവ്സും വേറൊരു വീഡിയോ ആയിട്ടും എൻ്റെ ചാനലിൽ ഉണ്ട്, നിങ്ങൾക്ക് അത് കയറി കാണാം. നമ്പർ 1, ഇതിന്റെ ബിൽറ്റ് ക്വാളിറ്റി. നോഡ് 4ല് OnePlus ഫുൾ മെറ്റാലിക് ബോഡിയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. എന്നാൽ നോഡ് 5ൽ എത്തുമ്പോൾ അത് ഗ്ലാസ് ബാക്കിലും പ്ലാസ്റ്റിക് ഫ്രെയിമിലും ആയിട്ട് ഒതുങ്ങിപ്പോകുന്നു. അതെനിക്കൊരു ഇതായിട്ട് തോന്നി. കാരണം നമ്മൾ നോഡ് 5ഉം നോഡ് 4ഉം എടുത്തു വെച്ചാൽ നോഡ് 4 ഒരു പ്രീമിയം ലുക്ക് തന്നെയാണ് തരുന്നത് നോഡ് 5നെ അപേക്ഷിച്ചിട്ട്. സോ എന്താ, ഒരു ലുക്കൊക്കെ നോക്കി ഫോൺ എടുക്കുന്നവരാണ് എങ്കിൽ നോഡ് 4 ആയിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ഈ മെറ്റാലിക് ഫ്രെയിമിന് ഒരു പ്രശ്നമുണ്ട്. ഇതൊരു ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ്. കാരണം നമ്മളിങ്ങനെ പിടിക്കുമ്പോഴത്തേക്കും നിറയെ ഫിംഗർ പ്രിന്റ് ആ മെറ്റാലിക് ബോഡിയിൽ ആവുന്നുണ്ട്. ആ ഒരു പ്രശ്നം നോഡ് 5ലില്ല. നല്ല മാറ്റ് ഫിനിഷിലാണ് ബാക്ക് വന്നിട്ടുള്ളത്. സോ നമുക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ഡ്യൂറബിലിറ്റിയുടെ കാര്യം സംസാരിക്കുകയാണ് എങ്കിൽ നമ്മുടെ നോഡ് 5 ഒട്ടും ബാക്കിലല്ല, നല്ല ഡ്യൂറബിലിറ്റി തന്നെയാണ് അതും പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടാമത്തത്, ഇതിന്റെ റിഫ്രഷ് റേറ്റ്. നോഡ് 4ൽ വന്നിട്ട് 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ അത് നോഡ് 5ൽ എത്തുമ്പോൾ 144 ഹെർട്സ് ആയിട്ട് അവർ ഉയർത്തിയിട്ടുണ്ട്. 3, ഇതിന്റെ വെയിറ്റ്. കമ്പയർഡ് ടു നോഡ് 5, നോഡ് 4നാണ് വെയിറ്റ് കുറവ് എന്ന് പറയാൻ ഭയങ്കര ഡിഫറൻസ് ഒന്നുമില്ല. നോഡ് 4 ഒരു 200 ഗ്രാംസ് ആയിരുന്നു, നോഡ് 5 ഒരു 211 ഗ്രാംസ് ആണ്. ഇനി ഇതിന്റെ ബ്രൈറ്റ്നസിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ കാണുന്നത് നോഡ് 4നെക്കാട്ടിലും നോഡ് 5ലും ബ്രൈറ്റ്നസ് കൂടുതലാണ്. സ്പീക്കറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നോഡ് 4ലാണ് കുറച്ചും കൂടെ ക്വാളിറ്റിയിലും ക്ലിയറിലും സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം നോഡ് 5ലും നല്ല ക്വാളിറ്റിയിലൊക്കെ തന്നെയാണ് സൗണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിലും നോഡ് 4 ആണ് കമ്പാരിറ്റീവ്ലി ഒരു അല്പം മുന്നിട്ട് നിൽക്കുന്നത്. അടുത്തത് പറയേണ്ടത് ഇതിന്റെ അലർട്ട് സ്ലൈഡറിനെയും പ്ലസ് കെനെയും പറ്റിയിട്ടാണ്. അലർട്ട് സ്ലൈഡർ നമുക്ക് ജനറൽ മോഡും സൈലന്റ് മോഡും ഒക്കെ ആക്കാനാണ് ഹെൽപ്പ് ചെയ്തിരുന്നു എങ്കിൽ നോഡ് 5ലെ പ്ലസ് കീ നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കാരണം നമ്മുടെ ക്യാമറ വേണമെങ്കിൽ ക്യാമറ ഇടാം, ടോർച്ച് വേണമെങ്കിൽ ടോർച്ച് ഇടാം, ബാക്കി എന്ത് വേണോ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അടുത്ത് ഇനി ഇതിന്റെ ചിപ്സെറ്റിനെ പറ്റിയിട്ടാണ്. നോഡ് 4ൽ യൂസ് ചെയ്തിരുന്ന ചിപ്സെറ്റ് വന്നിട്ട് സ്നാപ്ഡ്രാഗൺ 7+ Gen 3യുടെ ചിപ്സെറ്റ് ആണ്. നോഡ് 5ൽ എത്തുമ്പോൾ ഒരു മുന്നേറ്റമുണ്ട്. സ്നാപ്ഡ്രാഗൺ 8s Gen 3 ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഒരു സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. സോ ഒരു ഭയങ്കര അപ്ഗ്രേഡ് ആണ് അവിടെ കിട്ടിയതെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ജസ്റ്റ് സ്ലൈറ്റ് ഡിഫറൻസ് മാത്രമേ രണ്ട് ഇതിലും കിട്ടുന്നുള്ളൂ. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ പറയുന്നത് പോലെ 8s Gen 3യുടെ ചിപ്സെറ്റ് കുറച്ച് അധികം പെർഫോമൻസ് നമുക്ക് തരും. ഒരു പടിക്ക് മുന്നേ തന്നെയായിരിക്കും അത് നിൽക്കുന്നത്. അടുത്തിനി ഇതിന്റെ സ്റ്റോറേജിനെ പറ്റിയിട്ടാണ് പറയുന്നത്. നോഡ് 4ന്റെ ബേസ് വേരിയന്റ് വന്നിട്ട് 8GB റാമും 128GB ഇന്റേണൽ സ്റ്റോറേജ് ആണ് തരുന്നത്. അതേസമയം നമ്മുടെ നോഡ് 5ലെ 8GB റാമും 256 ഇന്റേണൽ സ്റ്റോറേജും ആണ് തരുന്നത്. അതൊരു നല്ല അപ്ഗ്രേഡ് ആയിട്ട് തോന്നി. കാരണം 128 കിട്ടുന്നതിനെക്കാട്ടിലും ബെറ്റർ പെർഫോമൻസ് തന്നെയായിരിക്കും എങ്ങനെ പോയാലും 256 കിട്ടുന്നത്. സോ അതൊരു നല്ല ഇതായിട്ട് തോന്നി. എന്നാൽ അതിലുമുണ്ടൊരു ടെസ്റ്റ്. നമ്മുടെ നോഡ് 4 എടുത്ത് നോക്കുമ്പോൾ അതില് ബേസ് വേരിയന്റ് 128GB ആണ് എങ്കിലും 256GB ആകുമ്പോഴത്തേക്കും അതിന്റെ UFS 4.0 നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ നമ്മുടെ നോഡ് 5ല് അത് ജസ്റ്റ് 3.1 ആണ്. അത് എത്ര പേർക്കും അത് മനസ്സിലാവുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ 3.1 വരുമ്പോഴത്തേക്കും നമ്മൾ ലോങ് ടേമില് ലാഗ് ഫീൽ ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. 4.0ല് എങ്ങനെയൊക്കെ പറഞ്ഞാലും പെർഫോമൻസ് ആയാലും പവർ എഫിഷ്യൻസി ആയാലും എല്ലാം ഒരല്പം കൂടുതൽ തന്നെയായിരിക്കും.
3.1 ആണ് എന്നും പറഞ്ഞ് ഇപ്പൊ നിങ്ങൾക്ക് ഒരു ലാഗ് ഒന്നും ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഒരു മീഡിയം യൂസേഴ്സിനും അതൊരു പ്രശ്നമായിട്ടൊന്നും ഫീൽ ചെയ്യത്തില്ല. എന്നാൽ നിങ്ങളൊരു ഹെവി യൂസർ ആണ് എങ്കിൽ അത് അല്പം പ്രശ്നമായിട്ട് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. സോ നോഡ് 5 അങ്ങനെ ഒരു ഡൗൺ ഗ്രേഡ് വരുത്തിയത് വളരെ മോശമായി പോയെന്ന് തന്നെ പറയാം. ക്യാമറ സെറ്റപ്പിന്റെ കാര്യം പറയുകയാണെങ്കിൽ നോഡ് 4ലും നോഡ് 5ലും ഡ്യുവൽ സെറ്റപ്പ് തന്നെയാണ് ബാക്കിൽ വരുന്നത്. പക്ഷേ നോഡ് 4ല് 50 MB ലിറ്റിയുടെ 600ന്റെ ലെൻസ് ആണ് യൂസ് ചെയ്തിരുന്നത്. അതുപോലെ 8 MB അൾട്രാ വൈഡ് ലെൻസും. സോ കമ്പയർഡ് ടു നമ്മുടെ നോഡ് 5 അത് അല്പം കുറവാണ്. അതുപോലെ തന്നെ ഫോട്ടോ ക്വാളിറ്റിയുടെ കാര്യത്തിലും നോഡ് 4നെക്കാട്ടിലും 5 തന്നെയായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. കാരണം അതിൽ യൂസ് ചെയ്തിരിക്കുന്ന 50 MB ലിറ്റിയുടെ 700ന്റെ ലെൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല ക്വാളിറ്റി ഫോട്ടോസ് തന്നെയാണ് 5ല് കിട്ടുന്നത്. അതുപോലെ തന്നെ അൾട്രാ വൈഡിന് പിന്നെ പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല, സെയിം അൾട്രാ വൈഡ് ആണ്. പ്രൈമറി ലെൻസ് വന്നിട്ട് വ്യത്യാസമുണ്ട്. 4നെക്കാട്ടിലും 5ല് ഒരു നല്ല ഫോട്ടോ ക്വാളിറ്റി തന്നെയാണ് കിട്ടുന്നത്. വീഡിയോ റെക്കോർഡിങ്ങിന്റെ കാര്യം പറയുമ്പോൾ സ്റ്റെബിലൈസേഷൻ നോഡ് 5ലാണ് നല്ലതായിട്ട് കിട്ടുന്നത്. സൗണ്ട് ക്വാളിറ്റിയും നോഡ് 5ൽ തന്നെയാണ് ഒരല്പം കൂടുതൽ നല്ലതുപോലെ കിട്ടുന്നത്. ബാറ്ററി നോഡ് 4ന്റെ കാര്യം പറയുമ്പോഴത്തേക്കും 5500 mAh ബാറ്ററിയാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. നോഡ് 5ലെ പറ്റി പറയുമ്പോൾ 6800 mAh ബാറ്ററിയാണ് 5 തരുന്നത്. സോ അതൊരു നല്ല അപ്ഗ്രേഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. എന്നാ ചാർജറിന്റെ കാര്യം പറയുമ്പോൾ അവിടെ ഒരു ഡൗൺ ഗ്രേഡ് ആണ് വന്നത്. കാരണം നമുക്ക് നോഡ് 4ല് 100 വാട്ടിന്റെ ചാർജറാണ് അവർ പ്രൊവൈഡ് ചെയ്തിരുന്നത്. എന്നാൽ നോഡ് 5ൽ എത്തുമ്പോൾ അത് 80 വാട്ടിന്റെ ചാർജറായിട്ട് കുറഞ്ഞു. അതെനിക്ക് അല്പം കുറവായിട്ട് തോന്നി. ടെസ്റ്റ് ഒക്കെ നടത്തുമ്പോഴത്തേക്കും ഒരു 8 മണിക്കൂർ 40 മിനിറ്റ് ഒക്കെ നോഡ് 4ന്റെ ചാർജർ നിൽക്കുന്നുണ്ട്. അതേസമയം നമ്മൾ നോഡ് 5 നോക്കുകയാണെങ്കിൽ ഒരു 9 to 10 മണിക്കൂറിനകത്ത് വരെയൊക്കെ ഹെവി യൂസിനും നിൽക്കുന്നുണ്ട്. ഗെയിമിങ്ങിന്റെ കാര്യം പറയുമ്പോഴാണ് ഒരു ചെറിയ ഒരു ഇത് തോന്നുന്നത്. കാരണം നമുക്ക് ഇപ്പൊ നോഡ് 4ല് അപ്ഡേറ്റ്സ് വരി, എടുത്തു പറയാലോ, ഔട്ട് ഓഫ് ദ ബോക്സ് അല്ല, അപ്ഡേറ്റ്സ് വരി ഇപ്പൊ 120 FPS വരെ BGMI ഒക്കെ കളിക്കാം. പക്ഷേ നമ്മുടെ നോഡ് 5ൽ 90 FPS കളിക്കാൻ പറ്റൂ. പക്ഷെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നല്ല സ്മൂത്ത് എക്സ്പീരിയൻസും നല്ലൊരു ഡിസ്പ്ലേയുടെ എക്സ്പീരിയൻസും ഒക്കെ കൂടുതൽ കിട്ടുന്നത് നോഡ് 5ൽ തന്നെയാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.